സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കേസൊക്കെ വിജയിച്ച് ചന്ദ്രോത്ത് തറവാട് ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നുണ്ട്. കുറച്ച് പ്രൊസീജിയറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ചന്ദ്രോത്ത് തറവാട്ടിലേക്ക് തന്നെ പ്രഭാവതിക്കും സിദ്ധാർത്ഥനും കുടുംബത്തിനും മാറി താമസിക്കാനാകും. മാത്രമല്ല കമ്പനിയിലെ അധികാരങ്ങളും തിരിച്ചു കിട്ടും. അങ്ങനെയുള്ള കുറച്ച് സമയത്തേക്ക് ഭാർഗവിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ തീരുമാനിക്കുന്നുണ്ട് സിദ്ധാർത്ഥനും പ്രഭാവതിയും കുടുംബവും. കാരണം ഭാർഗവിയെ ഒരിക്കലും ഒരു വേലക്കാരി എന്ന രൂപത്തിൽ അവർ കണ്ടിട്ടേ ഇല്ല. തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന രൂപത്തിലെ പ്രഭാവതിയും സിദ്ധാർത്ഥനും കണ്ടിട്ടുള്ളൂ. എന്നാൽ പ്രഭാവതി ഇടയ്ക്ക് വെച്ച് അല്പം ഹാർഷായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. കാരണം നന്ദൻ്റെ ഭാര്യയായിട്ട് ദേവിയെ അംഗീകരിക്കാത്ത സമയത്ത് ഭാർഗവി നന്ദൻ്റെ ഭാര്യ എന്നുള്ളൊരു പരിഗണന കൊടുത്ത് ആ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടാഞ്ഞ് പ്രഭാവതി ഭാർഗവിയോട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ദേവികയുടെ മനസ്സിൻ്റെ ശുദ്ധിയൊക്കെ മനസ്സിലാക്കി ദേവികയെ അംഗീകരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഭാർഗവിയോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്ന് മാത്രമല്ല, പണ്ട് മുതൽ തൻ്റെ ഒരു സഹോദരി എന്ന നിലയ്ക്ക് പ്രഭാവതിയും ഭാർഗവിയെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ദേവികയുടെ അവസ്ഥ വളരെ ദയനീയമായിട്ട് മുന്നോട്ട് പോകുന്നു. കാരണം അരുന്ധതിയുടെ മകനായിട്ടുള്ള ഋഷി ദേവികയെ കണ്ട നാൾ മുതൽ ദേവിക ലീനയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് കൊടുക്കണമെങ്കിലും മരുന്ന് കൊടുക്കണമെങ്കിലും എന്തും ലീന കൊടുത്തെങ്കിൽ മാത്രമേ കഴിക്കൂ എന്നുള്ള വാശിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മുമ്പൊക്കെ ജിൻസി കൊടുക്കുന്നതും അരുന്ധതി കൊടുക്കുന്നതും മേടിച്ച് കഴിക്കും. ജിൻസിയോട് കലിയാണെങ്കിൽ പാത്രം തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ പോലും അരുന്ധതി വന്ന് കൊടുക്കുമ്പോഴത്തേക്കും മേടിച്ച് കഴിക്കുന്ന ഋഷി ഇപ്പം ദേവിക കൊടുത്താൽ മാത്രമേ ഫുഡ് വാങ്ങി കഴിക്കൂ. രാത്രി പോലും ലീനയെ കാണാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഹോം നേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ പോലും ഓഫീസിലെ വർക്ക് ചെയ്യാൻ വരുന്ന ദേവികയെ കൊണ്ട് തന്നെ ഋഷിയുടെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു. ദേവികയ്ക്കാണെങ്കിൽ വയ്യാതെ കിടക്കുന്ന ആ പയ്യന് ഫുഡ് കൊടുക്കുന്നതോ മരുന്ന് കൊടുക്കുന്നതിനൊന്നും യാതൊരു വിരോധവുമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നന്ദൻ അറിയത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, വയ്യാണ്ട കിടക്കുന്നു. മാത്രമല്ല തൻ്റെ കാമുകിയായിട്ടാണ് ആ പയ്യൻ തന്നെ തെറ്റിദ്ധരിക്കുന്നതെന്നുള്ള കാര്യവും ദേവികയ്ക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെ നാളെ ഒരു സമയത്ത് നന്ദനായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെയുള്ള പേടി വരുന്നു. അതേസമയത്ത് അരുന്ധതിക്കാണെങ്കിൽ തൻ്റെ മകൻ ഫുഡ് കഴിക്കണം, തൻ്റെ മകൻ്റെ ഹെൽത്ത് ഓക്കെ ആകണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. ദേവികയുടെ മാനസികാവസ്ഥയൊന്നും മനസ്സിലാക്കുന്നുമില്ല. മകൻ വാശി പിടിക്കുന്നതിനനുസരിച്ച് ദേവികയും കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചു കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുത്ത് എണീക്കുന്ന ദേവികയുടെ കൈ പിടിച്ച് നിർത്തുന്നുണ്ട് നമ്മുടെ ഋഷി. അത് കണ്ട് അരുന്ധതിയും ദേവികയും ആകെ അങ്ങ് ഷോക്കാവുന്നു. ദേവികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പെരുമാറ്റമൊന്നും. അപ്പോൾ അരുന്ധതിയായിട്ട് പറഞ്ഞ് കൈ പിടിയിക്കുന്നുണ്ട്. എങ്കിലും ദേവിക ഇഷ്ടപ്പെടാതെ താഴേക്ക് പോകുന്നത് കണ്ടിട്ട് അരുന്ധതിക്ക് മനസ്സിലാകുന്നു ദേവിക താല്പര്യത്തോടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. എങ്കിലും തൻ്റെ മകൻ്റെ ഹെൽത്ത് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് അവളുടെ ഇഷ്ടക്കേടൊന്നും നോക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അരുന്ധതി ആദ്യം കരുതിയിരുന്നത് കുറച്ച് നാൾ നന്ദനും ദേവികയ്ക്കും ജോലി കൊടുത്ത് ശമ്പളമൊക്കെ മേടിച്ച് ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ആയെന്ന് പ്രഭാവതിക്ക് തോന്നുന്ന ആ അവസ്ഥയിൽ രണ്ടുപേരുടെയും ജോലി കളഞ്ഞ് കേസിൽ നിന്ന് സിദ്ധാർത്ഥനെയും തോപ്പിച്ച് എല്ലാ അവസ്ഥയിലും പ്രഭാവതിയെ തകർക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എങ്കിൽ പോലും ഇപ്പോൾ സിദ്ധാർത്ഥൻ കേസ് തോറ്റാൽ പോലും ദേവികയെ പിരിച്ചുവിടാൻ പറ്റാത്ത സാഹചര്യമാണ്. തൻ്റെ മകൻ ഋഷിക്ക് ദേവിക ഇല്ലാണ്ട് പറ്റത്തില്ലെന്നായതുകൊണ്ട് തന്നെ ദേവികയെ പിരിച്ചുവിടാൻ യാതൊരു മനസ്സുമില്ല. അരുന്ധതി ദേവികയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. എന്തായാലും കമ്പനിയും വീടും ഒക്കെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാൻ തന്ന ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്നൊക്കെ ചോദിക്കുമ്പം ദേവിക പറയുന്നു, ഒരിക്കലുമില്ല മേഡം, ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നിന്ന സമയത്താണ് മേഡം എനിക്ക് ഈ ജോലി തന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യമൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അരുന്ധതിക്ക് സന്തോഷമാകുന്നു. പ്രഭാവതി തൻ്റെ ഉറ്റ ശത്രുവാണെങ്കിൽ പോലും ദേവികയുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ അരുന്ധതിയെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അരുന്ധതിക്ക് ദേവികയുടെ നന്മ മനസ്സിലാകുന്നു. ഒടുവിൽ ഈശ്വര കൃപയാൽ സിദ്ധാർത്ഥന് തൻ്റെ വീട്ടിലേക്ക് താമസം മാറാൻ അവസരം കിട്ടുന്നു. മാത്രമല്ല കമ്പനി സ്ഥാപനങ്ങളെല്ലാം പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനും കൂടി ഏറ്റെടുത്ത് നടത്തുന്ന ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ കഥ മുന്നോട്ട് പോകുന്നു. അതേസമയം അരുന്ധതിയാണെങ്കിൽ നമ്മുടെ പ്രഭാവതിയെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട്. എന്താണ് ഇവർ തങ്ങളിലുള്ള ശത്രുതയ്ക്ക് കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. പ്രഭാവതി യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ ഒടുവിൽ ദേവികയായിട്ട് തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന ആ സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ദേവികയ്ക്കാണെങ്കിൽ അരുന്ധതിയുടെ ഈ പെരുമാറ്റങ്ങളിലെല്ലാം അതൃപ്തിയാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഋഷിയുമായിട്ട് കൂടുതൽ അടുക്കാൻ അരുന്ധതിയായിട്ട് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഋഷിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനാണ് ദേവികയ്ക്ക് പ്രാധാന്യം. ഭർത്താവ് അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ ദേവിക ഈ ജോലിയെ വേണ്ടെന്ന് തീരുമാനിക്കുന്നു. അത് അരുന്ധതിക്ക് വല്ലാണ്ട് കലിയുണ്ടാകുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തുടർന്നാണ്
ദേവിക പല സത്യങ്ങളും കണ്ടുപിടിക്കുന്നത് അരുന്ധതി ആരാണ്, തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ബദ്ധശത്രുവായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് അരുന്ധതി, അവരുടെ മകനാണ് ഋഷിക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതിൽ പ്രഭാവതി മേഡത്തിന് എന്തോ പങ്കുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നു. മാത്രമല്ല സിദ്ധാർത്ഥനെ കുറ്റവിമുക്തനാക്കാതിരിക്കാൻ ത്യാഗരാജൻ്റെ പിന്നിൽ കളിച്ച വ്യക്തി അരുന്ധതിയാണെന്നൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ ദേവികയായിട്ട് എല്ലാ തെറ്റിദ്ധാരണയും തിരുത്തുന്ന ആ ഒരു സൂപ്പർ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അതേസമയം സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് താമസം മാറ്റുന്ന ആ സമയത്ത് തന്നെ മേരി തോമസും തനുജയും ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല ചന്ദ്രമതിയും എത്തുന്നു. മേരി തോമസ് ആണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ കാലിൽ തൊട്ട് മാപ്പ് പറയുന്നുണ്ട്. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാനേ എനിക്കാകൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരിടേണ്ടി വന്ന അപമാനം എല്ലാം സ്വീകരിച്ചത് സാറാണ്. സാറിനെ പോലൊരു വലിയ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് കോടതി കേസ് തോൽക്കുമെന്ന സാഹചര്യം വന്നിട്ട് പോലും എൻ്റെ പേര് വലിച്ചിഴയ്ക്കാഞ്ഞത്. അതിനോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നു അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ ബലരാമൻ എൻ്റെ ഉറ്റ സുഹൃത്തെന്ന് മാത്രമല്ല എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് അവനൊരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാനും കരുതിയിരുന്നില്ല. എല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, ഇനി അത് വിടാം. പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഞങ്ങൾക്ക് പഴയ കാര്യങ്ങളെല്ലാം മറക്കാനാണ് താല്പര്യം എന്നൊക്കെ പറയുമ്പം ചന്ദ്രമതി പറയുന്നു അത് തന്നെയാണ് നല്ലത്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് പക്ഷേ നല്ല ഓർമ്മകളൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. എനിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് വിശുദ്ധ വസ്ത്രമായ പർദ്ദ അണിഞ്ഞ് കോടതിയിൽ സാക്ഷി പറയാൻ വന്ന ആ ഒരു നിമിഷമൊന്നും ഒരിക്കലും മറക്കില്ല. ചന്ദ്രമതി ഒരിക്കലും കോടതിയിൽ എത്തില്ലെന്ന് പ്രതീക്ഷിച്ച എനിക്കും എൻ്റെ കുടുംബത്തിനും താങ്ങായിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നു ശരിക്കും ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരി ഞാനും കൂടിയല്ലായിരുന്നു. ആ തെറ്റ് തിരുത്താൻ എനിക്കൊരവസരം കിട്ടിയപ്പോൾ എൻ്റെ ജീവൻ പോലും ഞാൻ നോക്കിയില്ല. എങ്ങനെയും സിദ്ധാർത്ഥനെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും പരസ്പരം തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തി ഒന്നായ ആ നിമിഷത്തിലേക്ക് അരുന്ധതി എന്ന് പറയുന്ന ശത്രുവിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ദേവിക. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.